അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ അരക്കൊല്ല പരീക്ഷയ്ക്ക് 7 പാഠങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത 5, 6, 7 പാഠങ്ങളാണ്. അതിലെ 5ാമത്തെ പാഠം മുതൽ 7ാമത്തെ പാഠം വരെയുള്ള റിവിഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. തദ്രീബു തിലാവയുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് മനസ്സിലാക്കി. 20 മാർക്കിന് മാത്രമേ ചോദ്യം ഉണ്ടാകുള്ളൂ. അത് തന്നെ വിശദീകരിച്ച് എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ കുറവായിരിക്കും. അക്ഷരങ്ങളും അതുപോലെ തന്ന ഉദാഹരണത്തിൽ അവിടെ ഇദ്ഗാമാണോ ഇൽഹാറാണോ അല്ലെങ്കിൽ തഫ്ഹീമാണോ തർക്കീഖാണോ ഇത്തരം കാര്യങ്ങൾ എഴുതാനുള്ള ചോദ്യങ്ങൾ മാത്രമേ തദ്രീബിൻ്റെ പരീക്ഷയ്ക്ക് ഉണ്ടാകുള്ളൂ എന്നതും നമുക്കറിയാം. അതുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് ഈ 3 പാഠങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് പൂർത്തിയാക്കാം. 1ാമത്തെ പാഠം അഹ്കാമുർ റാഇൽ മുത്തഹരിക. റാ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ റാ എന്ന് പറയുമ്പോൾ 2 രൂപത്തിൽ റാ പറയാറുണ്ട്. ഒന്ന് റോ, മറ്റൊന്ന് ഫിരിഔന. അങ്ങനെ ചില സ്ഥലങ്ങളിൽ റാഇൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ റാഇൻ്റെ ശബ്ദം രാ രൂപത്തിലേക്ക് മാറുന്നതിനാണ് തർക്കീഖ് എന്ന് പറയുക. കണ്ടോ, തർക്കീഖ്. റോ എന്ന് പറയുന്നതാണ് തഫ്ഹീം. ഇനി നമുക്ക് നോക്കാം. അറബി ഭാഷയിൽ റാഇന് 2 തരം ഉച്ചാരണങ്ങളുണ്ട്. ഇവിടെ ഒരു ചോദ്യം, അറബി ഭാഷയിൽ റാഇന് ഡേഷ് തരം ഉച്ചാരങ്ങളുണ്ട്. എത്രയാണ്? 2 തരം. അതവിടെ പഠിച്ചു വെക്കുക. അതുപോലെ ഏത് അക്ഷരത്തിനാണെന്ന് പഠിച്ചു വെക്കുക. റാഇന് ഇത് രണ്ടും പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. തഫ്ഹീമും തർക്കീഖും, അതിൻ്റെ പേരെന്തൊക്കെയാണ്? തഫ്ഹീം, തർക്കീഖ്. ഇതും പഠിക്കണം. തഫ്ഹീം എന്ന് പറഞ്ഞാൽ റാ എന്ന് പറയൽ, തർക്കീഖ് എന്ന് പറഞ്ഞാൽ രാ പോലെ പറയുന്നത്. റാഇന് ഫതഹോ ലമ്മോ, എന്താ ഫതഹ് പറഞ്ഞാൽ ഇതാ ഫതഹ് ലമ്മ്. ഈ ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറച്ചു ശബ്ദത്തിൽ ഉച്ചരിക്കണം. അപ്പൊ റോ 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 റു, ഇതാണ് തഫ്ഹീം. അപ്പൊ ഇതിന്റെ പേരാണ് തഫ്ഹീം. അതായത് റോ റു എന്ന് വായിക്കുന്നതാണ് തഫ്ഹീം. റാഇന് കസ്ർ ആണെങ്കിൽ, കസ്ർ ഇത് നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തർക്കീഖ് എന്ന് പറയുന്നു. അപ്പൊ രി മലയാളത്തിലുള്ള ശരിയായ രീ അല്ല, അതിനോട് സമാനമായ ഒരു ശബ്ദത്തിലാണ് റീ ഉച്ചരിക്കുക. അതിനാണ് എന്ത് പറയുക? തർക്കീഖ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് 2 ഉച്ചാരണം ഒന്നാണ്. ഏതക്ഷരത്തിനാണ്? റാഇനാണ്. എത്ര ഉച്ചാരണം ഉണ്ട്? 2 ഉച്ചാരണം ഉണ്ട്. പിന്നെ അതിൻ്റെ പേരെന്തെല്ലാം? തഫ്ഹീം, തർക്കീഖ്. പിന്നെ അതിൻ്റെ തഫ്ഹീം ഉണ്ടാകുന്ന സന്ദർഭം ഫതഹോ ലമ്മോ. പിന്നെ തർക്കീഖ് ഉണ്ടാകുന്ന സന്ദർഭം പിന്നെ എന്താണ്? കസ്റാകുന്ന സമയത്ത്. ഇത്രയാണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഉദാഹരണങ്ങൾ തന്നിട്ട് ഇവിടെ തഫ്ഹീമാണോ തർക്കീഖാണോ എഴുതാനായിരിക്കും. ഇപ്പോൾ ഉദാഹരണം, ഗുലിബത്തിർ റൂം, തഫ്ഹീമ തർക്കീഖ? തഫ്ഹീം. എന്തുകൊണ്ട്? ലമ്മാണ്. യഫ്റഹുൽ മുഅ്മിനൂൻ, ഏതാണ്? തഫ്ഹീം. യുബ്ലിസുൽ മുജ്രിമൂൻ, കണ്ടോ ഇവിടെ മുജ്രിമൂൻ റീ അല്ല പറയാ, പിന്നെ മുജിരി. അപ്പൊ രീ പോലെയായി അല്ലേ? നമ്മൾ മലയാളത്തിലെ രായി, കര എന്നൊക്കെ പറയുന്ന ആ രായിലേക്ക് മാറി. അപ്പൊ അതിനെന്ത് പറയും? തർക്കീഖ് എന്ന് പറയും. അപ്പോ മുജ്രിമൂൻ. ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, ഇവിടെ റാ ഇവിടെ റു, രണ്ടും തഫ്ഹീം. ബിമാ ലദൈഹിം ഫരിഹൂൻ, എന്താണ്? തർക്കീഖ്. ഇനി ഖുർആനിൽ നിന്ന് കണ്ടെത്താം. ലഹറൽ ഫസാദു ഫിൽ ബർറി വൽ ബഹർ, ഇവിടെ റാഇന് ഫതഹാണ്, തഫ്ഹീം. ഇവിടെ തർക്കീഖ്, ഇവിടെ തർക്കീഖ്. വൻതളിർ ഇന്നഹും മുൻതളിറൂൻ, തഫ്ഹീം. ഇലാ ആസാരി റഹ്മത്തില്ലാഹ് വലിതജ്രിയൽ ഫുൽകു ബിഅംരി. അപ്പോൾ ഫതഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം, കസ്ർ ആണെങ്കിൽ തർക്കീഖ്. ഇനി ഈ പാഠത്തു നിന്ന് വരുന്ന ഒരു ചോദ്യം ഉദാഹരണം എഴുതാനാണ്. തഫ്ഹീമിന് ഉദാഹരണം എഴുതുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. ഗുലിബത്തിർ റൂം, 2 ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ യഫ്റഹുൽ മുഅ്മിനൂൻ. അപ്പോൾ ഗുലിബത്തിർ റൂം യഫ്റഹുൽ മുഅ്മിനൂൻ പഠിക്കുക. ഇനി തർക്കീഖിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ യുബ്ലിസുൽ മുജ്രിമൂൻ, ഫരിഹൂൻ, ബിമാ ലദൈഹിം ഫരിഹൂൻ. അപ്പോൾ 2നും 2 ഉദാഹരണം നിങ്ങൾ പഠിക്കണം. തഫ്ഹീമിനും തർക്കീഖിനും 2 ഉദാഹരണം പഠിക്കുക. നേരത്തെ ഇമാം ഇവിടെ പറഞ്ഞ ചോദ്യങ്ങളും അതാണ് ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ഇത് കാണാതെ പഠിക്കുക. ഇതെന്തായാലും ഹിഫ്ള് പരീക്ഷക്കാണ് ഇവിടെ വരിക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമുക്ക് വന്നിരുന്നു. അതുപോലെ ഈ പരീക്ഷയ്ക്കും ഇതുപോലെ ഈ മഞ്ഞ ബോക്സിലുള്ള
കാണാതെ പഠിക്കേണ്ടത് നിർബന്ധമായും പഠിച്ചേ പോകാവൂ. ഹിഫ്ള് പരീക്ഷയ്ക്ക് വരും. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, പരീക്ഷ ആകുമ്പോഴേക്ക് തദ്രീബു തിലാവയിൽ ഇങ്ങനെ കാണാതെ പഠിക്കാനുള്ള ഓരോ പാഠത്തിലെയും ഭാഗങ്ങൾ ഓരോ ദിവസം കാണാതെ പഠിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവൻ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ഓതാൻ കിട്ടൂല, 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുക. ഓരോ ദിവസം ഓരോ ബോക്സ് പഠിക്കുക. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ ഇവിടെ നിർത്തുക. വകഫിർ അന്നാ സയ്യിആതിനാ ഇവിടെ നിർത്തുക. വതവഫനാ മഅൽ. എന്തിനാണ് അങ്ങനെ നിർത്താൻ പറയുന്നത്? അങ്ങനെ നമുക്ക് ഷോർട്ടാക്കി പഠിക്കാനാണ്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം ഇത് പഠിക്കുക, എന്നിട്ട് പിന്നെ ഇതുവരെ പഠിക്കുക, പിന്നെ ഇതുവരെ പഠിക്കുക, അങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. എന്താണ് അടുത്ത പാഠം? അൽ വഹദത്തു സാദിസ, 6ാമത്തെ പാഠം. അഹ്കാമു ലഫ്ലിൽ ജലാല, ജലാലത്തിൻ്റെ ലഫ്ലിൻ്റെ വിധികൾ. അഹ്കാമു ലാമി ലഫ്ലിൽ ജലാല, ജലാലത്തിൻ്റെ ലാമ്. ജലാലത്തിൻ്റെ ലാമ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇവിടെ കണ്ടോ നിങ്ങൾ, അള്ളാഹ്. ഈ അള്ളാഹ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വാവ്, ഒന്ന് അലിഫ്, പിന്നെന്താണ് 2 ലാമാണ് അല്ലേ? ഈ ലാമിനെ കുറിച്ചാണ്, അള്ളാഹ് എന്ന പദത്തിലെ ലാമിനെ കുറിച്ചാണ് എന്ത് പറയുക? ജലാലത്തിൻ്റെ ലാമ് എന്ന് പറയുക. അപ്പൊ ഇത് ചില സ്ഥലത്ത് നമ്മൾ ഇപ്പൊ ബിസ്മില്ലാഹി, അവിടെ ഇല്ലാഹി എന്ന, പക്ഷെ എഴുതുന്നത് ഇതേപോലെ തന്നെയാണ് അല്ലേ? അള്ളാഹു എന്ന് എങ്ങനെ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ബിസ്മില്ലാഹി എഴുതുന്നത്. പക്ഷെ അവിടെ ഇല്ലാഹി നാം വായിക്കുന്നത്, എന്താ വായിക്കുന്നില്ല? ബിസ്മില്ലാഹി വായിക്കണ്ടോ? ഇല്ല. കണ്ട. അപ്പൊ എന്താ അങ്ങനെ? അതുണ്ട്, അത് പഠിക്കണം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ചില സ്ഥലത്ത് ഇല്ലാഹി, ചില സ്ഥലത്ത് അള്ളാഹു. എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. അള്ളാഹു എന്ന ശ്രേഷ്ഠമായ നാമം ഉച്ചരിക്കുന്നതിന് 2 രീതികളുണ്ട്. അപ്പൊ ചോദ്യം ഇവിടെ എന്താണ്? എത്ര രീതികളുണ്ട് എന്നുള്ളതാണ്. അതാണ് പഠിക്കേണ്ടത്. 2 രീതികൾ. അടുത്തത്, ഈ നാമത്തിലെ ലാം എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം. ചോദ്യം, അള്ളാഹു എന്ന പദത്തിലെ ഏത് അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം? ലാം എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം. അടുത്ത, ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറച്ച് ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഹീം എന്ന് പറയുന്നു. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അള്ളാഹ്, ഇവിടെ അള്ളാഹ് എന്നുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാത്തിലും അള്ളാഹ് എന്നുണ്ട്. ഈ അള്ളാഹു എന്നതിന്റെ ബാക്കിലെ അക്ഷരം ഇവിടെ ഏതാ അക്ഷരം? ഖാഫ്. ഇത് ഇവിടെ ഏതാ അക്ഷരം? ബി. ഇവിടെ ഏതാ അക്ഷരം? ബി. ഇവിടെ ഏതാ അക്ഷരം? റു. ഇവിടെ ദ. അപ്പോൾ അള്ളാഹു എന്ന വാക്കിന്റെ ബാക്കിലെ അക്ഷരത്തിന് ഫതഹോ ലമ്മോ. അപ്പോൾ ഫതഹ് ഉണ്ടല്ലോ ഇവിടെ, അല്ല ഇവിടെ കസറാണ്. ഇവിടെ ഫതഹ് ദ, ഇത് ലമ്മ് അല്ലേ? ഇവിടെ ദ ഫതഹ്, കണ്ടോ? ഫതഹ്. അപ്പോൾ ഫതഹോ ലമ്മോ വന്നാൽ അല്ലാഹു എന്ന് വായിക്കണം. അല്ലാഹു. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ പറയാം? അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ. ഇവിടെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ പറയാൻ പറ്റുമോ? പറ്റൂല. അഅദ്ദല്ലാഹു, ഇവിടെ അഅദ്ദല്ലാഹു പറയാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഇവിടെ അള്ളാഹു എന്നതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ, ഇവിടെ ഫതഹാണ്, ഇവിടെ ലമ്മാണ്. അപ്പോൾ അള്ളാഹു എന്നത് നോക്കിയിട്ടല്ല അല്ലാഹു വായിക്കൽ. പിന്നെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹാണോ ലമ്മാണോ നോക്കുക. തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ 2 ചാൻസ് ഉണ്ട്. ഫതഹോ ലമ്മോ ആണെങ്കിൽ എന്താ വായിക്കേണ്ടത്? അല്ലാഹു എന്നാ വായിക്കേണ്ടത്. എന്നാൽ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസിർ വന്നാൽ, കെസിർ മാത്രം കേട്ടോ, മറ്റുള്ളതൊന്നും കൂട്ടൂലേ. ഫതഹു ലമ്മും വന്നാൽ ആർക്ക് പോകും? അല്ലാഹുവിലേക്ക് പോകും. ഇനി കെസിർ മാത്രം വന്നാൽ ലാഹി എന്നാ വായിക്കാം. നോക്കാം നമുക്ക്. ഇത്തഖില്ലാഹ, കണ്ട. ഇവിടെ നമ്മൾ ഇത്തഖില്ലാഹ നോദിയാൽ തെറ്റ്, ഓതാൻ പാടില്ല. പിന്നെ ഇത്തഖില്ലാഹ വകഫ ബില്ലാഹി, ഇതാണ് നമ്മൾ ബിസ്മില്ലാഹി എന്ന് പറയുന്നത്. ഫീ കിതാബില്ലാഹി. ഇപ്പൊ ട്രിക്ക് മനസ്സിലായ നിങ്ങൾക്ക്? അള്ളാഹ് എന്ന വാക്കിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ അല്ലാ, കസ്റാണെങ്കിൽ ല. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരാം. ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിന് വായ നിറച്ച് ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഹീം. ഇവിടെ ചോദ്യം ഇതാണ്, എന്താണ്? ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിന്, അള്ളാഹ് എന്ന ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിന് എന്താണ് ചോദ്യം? ഉത്തരം ഫതഹോ ലമ്മോ. അപ്പോൾ എന്താണ്? ഫതഹോ ലമ്മോ എന്ന എന്താണ്? തഫ്ഹീം. ഇത് 2 പഠിക്കുക. അടുത്ത, ലാമിന് മുമ്പുള്ള അക്ഷരത്തിൽ കസ്റാണെങ്കിൽ സാധാരണ ലാം പോലെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് തർക്കീഖ് എന്നും പറയുന്നു. ഇനി അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ എന്താ? തർക്കീഖ്. ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം. ഇനി തിരിച്ച്, തഫ്ഹീമിന്റെ സമയം ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഡാഷ്, എന്താ? ഫതഹോ ലമ്മോ.
ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഡാഷ്, ഏതാ കസർ, എപ്പോ തർക്കീക്കാകുമ്പോൾ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ പറയും എവിടെയാണ് ഈ ലാം ഇതാണ് അല്ലേ, അള്ളാഹ് എന്നതിലെ ലാം ഇതാണ്. ഈ ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട് ഇവിടെ അലിഫ് അല്ലേ, ഇവിടെ ആ അല്ലേ ലാമിന് മുമ്പുള്ള, അതല്ല. ഈ അലിഫ് അല്ല കൂട്ടുക, ഈ ആ അല്ല കൂട്ടുക. പിന്നെ അതിന്റെ മുമ്പുള്ള അക്ഷരം ഏതാണ്? വ. അപ്പൊ അതിന് ഫതഹാണോ ലമ്മാണോ കസറാണോ നോക്കുക. ഇവിടെ ഫതഹാണല്ലോ, അപ്പൊ വല്ലാഹു വല്ലാഹു, ഏതാ ശരി? വല്ലാഹു വല്ലാഹു. ഇവിടെ ഹഖുല്ലാഹി ഹഖുല്ലാഹി. ഇവിടെ നിങ്ങൾ പറയും ഇവിടെ ഏതാണ് അക്ഷരം? ഇവിടെ ല, കണ്ടോ? ഈ ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ലാം. ഈ ലാമിന് മുമ്പുള്ള അക്ഷരം ഏതാ? ലി. അപ്പോ മുമ്പുള്ളതിന് കസറല്ലേ? ആണ്. കസറാവുമ്പോൾ ഇവിടെ എങ്ങനെ വായിക്കണം? ലില്ലാഹി. ലില്ലാഹി വായിക്കാൻ പറ്റുമോ? പറ്റൂല, ലില്ലാഹി. അപ്പോ ഇത് തർക്കീക്ക്, ഇത് തഫ്ഹീം. ഓക്കെ, ഇത് റെഡിയായി, ഇതും റെഡിയായി. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം. കാരണം എന്താണ്? തഫ്ഹീമിന് 2 ഉദാഹരണം എഴുതുക, തർക്കീക്കിന് 2 ഉദാഹരണം എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു ഉദാഹരണങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത്? തർക്കീക്കിന് ബിസ്മില്ലാഹി. കണ്ടോ? അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം. ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ലാഹിയാണ്. അപ്പോൾ തർക്കീക്കാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. നീ തർക്കീക്കിന് ഒരു ഉദാഹരണം കൂടി പഠിക്കുക. വഖഫാ ബില്ലാഹി, അത് പഠിക്കുക. വഖഫാ ബില്ലാഹി. അപ്പോൾ തർക്കീക്കിന് 2 ഉദാഹരണം ആയല്ലോ. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? തഫ്ഹീമിന് ഉദാഹരണം. തഫ്ഹീമിന് നമ്മൾ സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ അല്ലാഹ്. അപ്പൊ എന്താണ് തഫ്ഹീമിന് ഉദാഹരണം? പിന്നെ അഅദ്ദല്ലാഹും. പിന്നെ അപ്പോൾ 2 ഉദാഹരണം അവിടെ അതും പഠിച്ചു തഫ്ഹീമിനും. ഇനി നോക്കുക, വമൻ യുതഇല്ലാഹ കാന ഇൻദല്ലാഹി വതവക്കൽ അലല്ലാഹ് ലിയജ്സിയല്ലാഹു. ഇവിടെ ഇതൊക്കെ ഖുർആൻ ആയത്ത് എവിടെയാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടതുള്ളൂ? നമുക്കൊരു ഉദാഹരണം തന്നിട്ട് ആ ഉദാഹരണത്തിൽ തഫ്ഹീമാണോ തർക്കീക്കാണോ നോക്കണം. അപ്പൊ നിങ്ങൾ പറ, വമൻ യുതഇല്ലാഹ ഏതാണ്? തർക്കീക്കാണ്. അള്ളാഹുവിന്റെ മുമ്പ് കസറാണ്. കാന ഇൻദല്ലാഹി ഏതാണ്? തഫ്ഹീമാണ്. വതവക്കൽ അലല്ലാഹി ലാ എന്താണ്? തഫ്ഹീമാണ്. ലിയജ്സിയല്ലാഹു തഫ്ഹീമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ കാണാതെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഇത് നമ്മൾ മുറിച്ച് പഠിക്കുക. എങ്ങനെ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ, ഇവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കുക. ബഅദ ഇദ് ഹദൈതനാ, ഇവിടെ സ്റ്റോപ്പ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഇവിടെ ഒരു സ്റ്റോപ്പ്. ഇന്നക അൻതൽ വഹ്ഹാബ്. ഇങ്ങനെ മുറിച്ച് പഠിച്ചാൽ മതി. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. 27-ാം തീയതിയിൽ പരീക്ഷ തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ട് ഓരോ ദിവസം കുറേശ്ശെ പഠിക്കുക. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. അൽ വഹ്ദത്തു സാബിയ, അവസാനത്തെ പാഠം, 7ാമത്തെ പാഠം ഇൻഷാ അല്ലാഹ്. ഇതെന്താ പറയുന്നത്? അൽ മദ്ദുൽ അസ്ലിയു, അസ്ലിയായ മദ്. മദ് എന്ന് പറഞ്ഞാൽ എന്താ? മദ് എന്ന് പറഞ്ഞാൽ നീട്ടല്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്ദിന്റെ അക്ഷരങ്ങൾ അലിഫ് വാവിയാണ്. അതാണ്ടാണ് അതന്നെ ഇവിടെ പറയണേ. കണ്ടില്ലേ? അലിഫ് വാവിയ. അപ്പൊ മദ്ദിന്റെ അക്ഷരങ്ങൾ അലിഫ് വാവിയാണ്, അത് പഠിച്ചു. അപ്പൊ മദ്ദിന്റെ അക്ഷരങ്ങൾ 3ആണ്. അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദമാണിതെന്ന് ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. അപ്പൊ മദ് അസ്ലി എന്നാൽ എന്ത്? അങ്ങനൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക, അങ്ങനൊന്നും തദ്രീബിന്റെ ചോദ്യത്തിൽ ഉണ്ടാവില്ല. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദം. ഇപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ കാ കണ്ടോ? ഈ ഫതഹുള്ള കാ നീട്ട് നമ്മൾ. അപ്പൊ എന്താ? കാ. അപ്പൊ ദീർഘശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയും. ഇവിടെ നമ്മൾ നീട്ടിയില്ലേ? ഈ ഫതഹിനെ നമ്മൾ നീട്ടിയതാണ് കാ. അപ്പൊ ഫതഹിനെ നീട്ടുന്നതിനാണ് എന്ത് പറയുക? ദീർഘശബ്ദ രീതിക്കാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. അപ്പൊ മദ് അസ്ലി എന്നാൽ എന്ത്? അക്ഷരങ്ങളുടെ സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശബ്ദം നൽകാവൂ. മനസ്സിലായില്ല? 2 ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക എന്ന് പറയുന്നതിനെ 2 കാഫ് ഉച്ചരിക്കാൻ എത്ര സമയം വേണം? ആ സമയം. 2 ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശബ്ദം നൽകാവൂ. അലിഫ് വാവു യാ എന്നിവയാണ് മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ. അത് നമുക്ക് ആദ്യം അറിയാം. ആവി നമ്മൾ കണ്ടുപിടിച്ചു, ആവി അല്ലേ? അലിഫ് വാവു യാ, ആവി മദ്ദിന്റെ അക്ഷരങ്ങൾ, അത് നമുക്കറിയാം. പിന്നെ ഇവിടെ പഠിക്കാനുള്ള എന്താണ്? എത്ര ഹർക്കത്താണ് ഉച്ചരിക്കേണ്ടത്? എത്രയാണ്? 2 ഹർക്കത്ത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ ഓതുകയാണ് എന്താ? കാല. ഇവിടെ നമ്മൾ കല എന്ന് വായിച്ചത് തെറ്റാണ്. എന്താ കാരണം? അവിടെ ഒരു അലിഫ് ഉണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഹർക്കത്താണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2 ഹർക്കത്ത് നീട്ടുക. അപ്പൊ കാല. ഇവിടെ നമ്മൾ
ഖാല എന്ന് ഓതാൻ പറ്റുമോ? അതും പറ്റൂല. എത്ര പറ്റുള്ളൂ? ഖാല. അപ്പൊ അതിനാണ് മദ്ദ അസ്ലി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങൾ നമ്മൾ കുറേ നീട്ടും. വസ്സമാഅ ബിനാഅ, അവിടെ നമ്മൾ കുറേ നീട്ടുന്നുണ്ട്. അത് മദ്ദ അസ്ലി അല്ല. മനസ്സിലായില്ലേ? അപ്പൊ മദ്ദ അസ്ലി എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്ത് മാത്രമേ നീട്ടുള്ളൂ. അടുത്ത ഖീല, ഖൂലു. ഇനി മദ്ദ അസ്ലി അല്ലാത്ത സ്ഥലത്ത് എന്തുണ്ടാകും? നമ്മൾ നേരത്തെ പണ്ട് പഠിച്ചില്ല, നീട്ടാൻ ഇങ്ങനെ ഒരു സാധനം, അങ്ങനത്തെ സാധനം ഉണ്ടാകും. ഇതാ മദ്ദ അസ്ലി അല്ലാത്ത സ്ഥലത്ത് ഇങ്ങനത്തെ സാധനം ഉണ്ടാവും. ഇങ്ങനത്തെ സാധനം ഇങ്ങനെ നീട്ടാനുള്ള മദ് ഉണ്ടല്ലോ, അതുണ്ടാവും. അപ്പൊ അവിടെ മദ്ദ അസ്ലി അല്ല, കുറെ നീട്ടാണ്ടാവും എന്ന് മനസ്സിലാക്കാം. മദ്ദ അസ്ലി ആണെങ്കിൽ കുറച്ച് നീട്ടിയാൽ മതി. ഏതുപോലെ കാല, ഖീല, ഖൂലു. അവിടെ നമ്മൾ എത്ര നീട്ടുന്നു? കുറച്ച് നീട്ടുന്നുള്ളൂ. കല എന്ന് പറയുന്നില്ലല്ലോ, ഖില എന്ന് പറയുന്നില്ലല്ലോ, കുലു എന്ന് പറയുന്നില്ലല്ലോ, ഇല്ല, കുറച്ച് നീട്ടുന്നുണ്ട്. ആ നീട്ടലിനാണ് എന്ത് പറയുക? മദ്ദ അസ്ലി എന്ന് പറയുക. അതൊക്കെ ഓക്കെ, അതൊന്നും നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും പരീക്ഷയ്ക്ക് അധികം വരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 ഹർക്കത്ത്, പിന്നെ മദ്ദിന്റെ അക്ഷരങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഉദാഹരണം പഠിക്കേണ്ടത്? മദ്ദ അസ്ലിയുടെ ഉദാഹരണം കാല, ഖീല, കുലു. കട ഇതന്നെ പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ തന്നെ എന്തായി? അലിഫും യാവും വാവും 3 എണ്ണത്തിനും ഉള്ള ഉദാഹരണമായി. കാല, ഖീല, കാലു, കാല, ഖീല, കൂലു, കാല, ഖീല, കൂലു. ഓക്കെ. ഇനി നമ്മൾ നോക്കാം. വഅമലു സാലിഹ. ഇവിടെ വാവ് കണ്ടോ? അപ്പൊ ഈ വാവ് എന്താണ്? മദ്ദ അസ്ലിയാണ്. കുറച്ച് നീട്ടിയാൽ മതി എന്നർത്ഥം. വഅമലു സാലിഹ. പിന്നെ വറവാഹുഹാ ഷഹ്റുൻ വമാ യഅറുജു ഫീഹാ ആല ദാവൂദ ശുക്റാ വഗറാബീബു സൂദ്. ഇതൊക്കെ സിമ്പിളാണ്. ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ജന്നതാനി അൻ യമീനിൻ വശിമാൽ സീറു ഫീഹാ ലയാലിയ വഅയ്യാമ വഹും യസ്തരിഖൂന ഫീഹാ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്. അലിഫ് എവിടെ വരുന്നോ, വാവ് എവിടെ വരുന്നോ, യാ എവിടെ വരുന്നോ നീട്ടാൻ, അഥവാ ഹർക്കത്തില്ലാതെ നീട്ടാൻ വരുന്നത് എവിടെ ഉണ്ടോ അതാണ് മദ്ദ അസ്ലി. ഇനി മദ്ദ അസ്ലിന് ഉദാഹരണം എഴുതുക എന്ന് ചോദ്യം വരും. അപ്പൊ നിങ്ങൾ കാല, ഖീല, ഖൂലു എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി വേറെ ഒരെണ്ണം കൂടി പഠിക്കണമെങ്കിൽ ഇവിടുന്ന് പഠിച്ചാൽ മതി. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടെ കാണാതെ പഠിക്കാനുള്ളതാണ്. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഇത് കുറച്ചും കൂടി ഷോർട്ടാണ്. നേരത്തെ കുറച്ച് വലുതായിരുന്നു അല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ 3 പാഠം ഇവിടെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. തദ്രീബിന്റെ 3 പാഠം കഴിഞ്ഞു. ഇനി 3 പാഠത്തിന് മുമ്പ് ആദ്യത്തെ 1 മുതലുള്ള പാഠങ്ങൾ അത് നമ്മൾ നേരത്തെ റിവിഷൻ ചെയ്തതാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. CM മദ്രസ ട്യൂഷൻ ക്ലാസ് തദ്രീബു തിലാവ ക്ലാസ് 4 എന്നടിച്ചാൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് മൊത്തം കിട്ടും. അതൊക്കെ നിങ്ങൾ കണ്ട് കാക്കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ റിവിഷൻ ചെയ്ത് പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അതിനും ചോദ്യം വരും, പക്ഷെ ചോദ്യം ഏറ്റവും കൂടുതൽ ഈ 3 പാഠത്തു നിന്നായിരിക്കും എന്ന് മാത്രം.